കൊള്ളാം, നന്നായിരിക്കണേട്ടാ. നല്ല കസർത്ത്. നന്നായിരിക്കണേട്ടാ. ഒരു കാര്യം പറയട്ടാ, ഇതും കൂടെ കുട്ടി 16ാമത്തെ നിക്കറാണ്. ഇനി ഈ നിക്കറും കൂടെ കീറിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് തച്ചുതരാൻ പറ്റൂല. പറഞ്ഞേട്ടല്ല, പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്യായാമം ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ശല്യം ചെയ്യരുത്. നീ നിന്റെ കാര്യം നോക്കി പോയാ. വ്യായാമം എന്റെ ചേട്ടാ, ഇങ്ങനെ കിടന്ന് കസർക്കരുത്. അപ്പുറത്തെ വീട്ടിലെ ഉഷ എന്റെ അടുത്ത് ചോദിച്ചെന്തെന്നറിയാമോ? നിന്റെ വീട്ടിലെ പുതിയ പോത്തിനെ വാങ്ങിച്ചത്. എന്നെ പോത്തെന്ന് വിളിച്ചാ? എന്നിട്ട് നീ അതും കേട്ട് ഇങ്ങോട്ട് വന്ന ഒരു വാക്ക് സംസാരിച്ചോളൂ നിനക്ക്? അതും കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ വരും നിങ്ങക്ക് തോന്നുന്നുണ്ടാ? ഞാൻ ചോദിച്ചവളടുത്ത്, എടി പോത്തിനെയും കാളയും കണ്ടാ നിനക്ക് തിരിച്ചറിഞ്ഞൂടെ അടിയെന്ന്. ഇതാണ് വീട്ടിലും അപമാനം നാട്ടിലും അപമാനം. എന്ത് ചെയ്യൂന്ന് പറ ഭഗവാൻ. എന്തോന്ന് മണക്കണത് ഇവിടെ? മണക്കുന്നതാ? എടേ ഞാനേ കാച്ചി എന്നെ അടുത്ത് കയ്യിലും കാലും തേച്ച്. കാച്ചി എണ്ണേ? അത് ഇവിടെ കിട്ടി നിങ്ങക്ക്? അടുക്കള സ്ലാവിന് പുറത്തിരിക്കില്ലേ കാച്ചി എണ്ണ? എന്റെ ഭഗവാനെ, ഇന്നലെ ചാള മീൻ പൊരിച്ചിട്ട് ഞാൻ വെച്ച ഹോർലിക്സിനകത്ത് വെച്ചിട്ട് മീൻ പൊരിച്ച എണ്ണയാ മനുഷ്യ ഇത്. മീൻ പൊരിച്ച എണ്ണയായിരുന്നു ഇത്? ചുമ്മാ അല്ല, കുറിഞ്ഞിപ്പൂച്ച എന്റെ പിറകെ കിടന്ന് കറങ്ങി. ചായ കുടി അങ്ങോട്ട്. ഇതെന്തോന്നാണിത്? ഇതിനകത്ത് എറുമ്പ് കിടക്കുന്ന കണ്ട? പണ്ടുള്ളവര് പറയൂലേ, ഉറുമ്പൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, കണ്ണിന് കാഴ്ചശക്തി കൂടെയല്ലേ ഉള്ളൂ. എടാ, ഈ മണ്ടത്തരം നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞു തന്നത്? ഈ ഉറുമ്പിന് കാഴ്ച വിട്ടായിരുന്നു ഈ ചായയിൽ വന്ന് വീണ് ചാവുമായിരുന്ന? ഈ കപ്പിന് സൈഡിൽ കൂടെ ഇറങ്ങി പോകില്ലായിരുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്റെ കാഴ്ച പോകും. നിങ്ങളടുത്ത് കള മനുഷ്യ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഈ പഴം മതി. നല്ല നല്ല നാടൻ പഴം. ഇതാണ് കഴിക്കേണ്ടത്, അല്ല വേറൊന്നുമല്ല കഴിക്കേണ്ടത്. എനിക്ക് വേണ്ടേ. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ ഈ പഴവും പെറ്റി കിടക്കണ പട്ടിയിലെ കൂട്ടി പോയി കൈയിടുന്നത് ഒരുപോലെ തന്നെ. രണ്ടും എപ്പോഴും വേണോ കടിക്കാന്ന്? അസർത്ത്. അളിയ, ഞാൻ സത്യപ്രഭുവിന്റെ വീട്ടിൽ വന്നു. എന്റെ അടുക്കള വശത്ത് നിന്ന കൊല അവൻ വെട്ടിക്കൊണ്ട് വന്നു. ഒരു കൂട്ടുകാരൻ കാണിക്കേണ്ട പരിപാടിയാണോ കാണിക്കുന്നത്? സ്വന്തം കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കൊല വെട്ടിക്കൊണ്ട് വന്നു. അവനാണെന്നൊരു 50% ഞാൻ ഉറപ്പിച്ച്. നോക്കിക്കോ, ആ കാളാമണ്ടത്തിന് തന്നെ ഞാൻ അവന് ചെവുക്കലുകളൊക്കെ 2 അടി കൊടുത്തില്ലെങ്കിൽ നോക്കിക്കോ. കന്നിമാസോടെ അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ആ സമയങ്ങളാണ് പട്ടികൾക്ക് ഇങ്ങനെ ഇളകണത്. ആരിത്? ഞാനല്ലല്ലോ ഇന്നലെ ഞാൻ മെനങ്ങാന്ന് വന്നപ്പോ നീ അല്ലേ ഇവിടെ വന്നിട്ട് ചാർജില്ലെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടെ വന്നല്ലേ. ഡയലോഗ് കറക്റ്റ് പഠിച്ചു നീ. പക്ഷെ നിന്റെ എക്സ്പ്രഷൻ പൊളിയുന്നു. നല്ല പേടിയുണ്ട്. കൃഷ്ണമണിയെ കണ്ട സൗരയുധം കറങ്ങുന്ന പോലെ കിടന്ന് കറങ്ങുന്നേ. എന്തു കാണിക്കൂട്ടുന്നത്? എന്താ ഉരുട്ടി കയറുന്ന മസിൽ കണ്ട ഉരുട്ടി കയറുന്നുണ്ടാ? പാവം പിടിച്ച് എന്റെ കൊലയും വെട്ടിക്കൊണ്ട് വന്നിട്ട് ഉരുട്ടി കയറ്റണല്ലേ? ഞാൻ തരുന്നുണ്ട് നിനക്ക്. എന്തോന്നാ നീ സംസാരിക്കുന്നത്? 50% സത്യപ്രഭു നിനക്ക് ഇച്ചിരി കൊതിയുള്ളതുകൊണ്ട് നീയാണെന്ന് ചില കാര്യങ്ങൾ കൺഫേം ആയിട്ട്. എന്തോന്നാണ് പറഞ്ഞു വരുന്നത്? എനിക്ക് കൺഫേം ആയിട്ട് ചില കാര്യങ്ങൾ അറിയണം. നീ എന്തായാലും എന്റെ അടുത്ത് മറക്കുന്നുണ്ടോടാ? ഇല്ല, കള്ളം പറയല്. മറക്കുന്നുണ്ട്? എന്ത് ഒരു കാര്യം മറക്കുന്നില്ലല്ലേ? നിനക്ക് എന്നെ പണ്ടേ അറിയായിരുന്നല്ലേ. എന്റെ ജീവിതത്തിൽ ഞാൻ തുറന്ന പുസ്തകമാണ്. ഇന്ന് ആ പുസ്തകത്തിൽ നിന്ന് പേജ് ഞാൻ വലിച്ചു കീറും. സത്യം ഞാൻ അറിയട്ടെ. എന്തോന്നാ നീ മെനഞ്ഞാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ ഒന്ന് എന്തെങ്കിലും എടുത്തോണ്ടായിരുന്ന പോയാ? ഇല്ല, എടുത്തോണ്ട് പോയില്ലല്ലേ? സത്യം പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് സംസാരിക്കണം. എനിക്ക് നിന്റെ അടുത്ത് കാര്യങ്ങൾ. സാവിത്രി വിളിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കുന്നു. യവൻ വന്നതിന് എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കണത്? ഇത് വലിയ പുതുമയൊന്നും ഇല്ല. ഭാര്യയെ കറക്റ്റ് എൻട്രി എല്ലാം മാറ്റി വിളിക്കുമ്പോഴേ എനിക്കറിയാം. നല്ല പേടിയുണ്ടല്ലോ നിനക്ക്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ ചതിക്കൂലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരിക്കലും ഇല്ല. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. കഴിക്കാൻ വല്ലതൊക്കെ ഉണ്ടോ? ദോശ ഉണ്ടോ? ഇല്ലടാ. ഇഡലി ഇല്ല. പൊറോട്ട ഇല്ല. ഇവിടെ ഒരു പഴം ഇല്ലടാ. അയ്യോ, പഴമുണ്ട്. 60%. 50 തിന്നടാ. എങ്ങനെ കിടന്ന് കാറ്റത്താടിക്കൊണ്ട് കിടന്ന സാധനമാണ്. 1 2 3 4 അണ്ണ. തിന്നു മക്കളെ, തിന്നു. 2 മക്കളെ.